കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. വെറും വിഷമല്ല, കൊടും വിഷമാണ് ഇയാൾ. അത് കേരളം മറന്നുപോയിട്ടില്ല. 2.5 വർഷം മുമ്പ് ഈ കേരളത്തിൽ കളമശ്ശേരിയിൽ ഒരു മനുഷ്യൻ, അയാളുടെ പേരെന്താണ് ഞാൻ മറന്നു, ബോംബ് വെച്ചയാൾ മാർട്ടിൻ ബോംബ് വെച്ച് ആ 7-8 ആളുകളെ കൊന്ന കേസിൽ കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ കഴിഞ്ഞാടാൻ സകല സഹായവും ചെയ്തു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ഇവിടെ ഹമാസിൻ്റെ സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. അപ്പം മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന നിരുത്തരവാദപരമായ കൊടും വർഗീയത വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കപ്പെട്ട ആളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ. നമ്മൾ മറന്നു പോകാൻ പാടില്ല. 1-ാം ക്ലാസ് വർഗീയത പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് അയാൾ കേരളത്തിൽ ആദ്യമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഏതെങ്കിലും മുസ്ലിം വർഗീയവാദികളല്ല ബോംബ് പൊട്ടിച്ചത് എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം അത് തിരുത്തുമോ എന്ന ചോദ്യത്തോട് നിരുത്തരവാദപരമായി മൗനം പാലിച്ചാണെന്ന് വെച്ചാൽ താൻ പറഞ്ഞ് തെറ്റിപ്പോയി, തനിക്കെതിരെ കേസ് പോലും എടുത്തു എന്നതിൽ തിരുത്തുപോലും പറഞ്ഞിട്ടില്ല. ആവർത്തിച്ചുള്ള ചോദ്യത്തിന് തിരുത്തു പറയാതെ ഇപ്പോഴും എന്ന് വെച്ചാൽ റെസ്പോൺസിബിളായി വ്യാജം വർഗീയമായി ജനങ്ങളെ വിഭജിക്കാൻ വ്യാജം പറയാൻ മടിയില്ലാത്ത 1-ാം ക്ലാസ് വർഗീയവാദിയാണ് താൻ എന്ന് 2.5 വർഷം മുൻപ് കേരളത്തിൻ്റെ മനസ്സിൽ കോറിയിട്ടിട്ട് പോയ ആളാണ് ഇപ്പോൾ വികസനത്തിൻ്റെ പേരും പറഞ്ഞു വരുന്നത്, പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞു വരുന്നത്. അദ്ദേഹം വലിയ പ്രൂവ് ചെയ്ത നേതാവാണ്, അദ്ദേഹം വലിയ CMD ആണ്, CEO ആണ്, അദ്ദേഹം കേരളത്തെ ഉയർത്തുമെന്ന് പറയുന്നത് അടിസ്ഥാനാശയം വർഗീയതയാണെന്ന കാര്യം കേരളം മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകാൻ ചോദിക്കുമ്പോൾ ശശികല പറഞ്ഞ അതേ വർഗീയതയുടെ സംഗതിയാണ് അയാളുടെ ഇപ്പോഴത്തെയും എന്താണ് പ്രധാനപ്പെട്ട അയാളുടെ ഒരു കഴിവ്, എന്താ പറയുക, അയാളുടെ മികവ് തെളിയിച്ച മേഖല എന്ന് പ്രത്യേകം കാണേണ്ടതുമാണ്. അപ്പോൾ അതും മറന്നുകൂടാ. ഇദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ പ്രത്യേകം പറയും.